ഈ ഒരു ടോപ്പിക് പറയുന്നത് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഓക്കെ, റെസ്പെക്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ബഹുമാനം, സെൽഫ് റെസ്പെക്ട്, അതുപോലെ തന്നെ റെസ്പെക്ട് ഫോർ അതേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഒരു ആദരവുണ്ടായിരിക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ബഹുമാനിക്കുക. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ സമൂഹത്തിൽ വേണ്ട നിലനിർത്തിക്കൊണ്ട് പോവേണ്ട ചില ക്വാളിറ്റീസ് ആണ് ഈ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ റെസ്പെക്ട് ഫോർ അതേഴ്സ് എന്ന് പറയുക. ഓക്കെ, നമ്മളിപ്പം റെസ്പെക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും റെസ്പെക്റ്റിന് പാത്രമാവാറില്ല. ഇപ്പൊ സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രായത്തിൽ മൂത്ത ആൾക്കാരെ, ഇപ്പം നമ്മളിപ്പോൾ കോളേജിന്റെ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ, അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പലിനെ, കോളേജ് ഡയറക്ടറിനെ, അങ്ങനെ അങ്ങനെ സമൂഹത്തിൽ നല്ല ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ആരെങ്കിലും സഹായിക്കുന്നു, ഓക്കെ, നല്ല മനസ്സുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പൊ റെസ്പെക്ടിന്റെ ഒരു പോളിസി പറയുന്നത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗീവ് റെസ്പെക്ട് ആൻഡ് ഏൺ റെസ്പെക്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്തോറും നമുക്ക് തിരിച്ചും ആ റെസ്പെക്ട് കിട്ടും. ഓക്കെ, എ മാൻ ഹു കനോട്ട് റെസ്പെക്ട് ഹിംസെൽഫ് കനോട്ട് റെസ്പെക്ട് അതേഴ്സ് നോർ ക്യാൻ ഹി എക്സ്പെക്ട് റെസ്പെക്ട് ഫ്രം അതേഴ്സ്. നമ്മൾ സ്വയം നമ്മളോട് തന്നെ നമ്മളോട് തന്നെ ഒരു ആദരവില്ലാത്ത ഒരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിലോ നമുക്ക് ഒരിക്കലും മറ്റൊരാളോട് നമുക്ക് ഒരിക്കലും ആ ആദരവ് ഉണ്ടാവില്ല. കാര്യം അങ്ങനത്തെ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉള്ളിൽ തന്നെ ഇല്ല. ആദ്യം നമ്മൾ സ്വയം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നമുക്ക് ബഹുമാനം കണ്ടെത്താനും അതോടൊപ്പം അവരെ ബഹുമാനിക്കുന്നത് വഴി ആ റെസ്പെക്ട് നമുക്ക് തിരിച്ചു കിട്ടാനും നമുക്ക് സഹായിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഈ ആദ്യത്തെ സ്ലൈഡിനകത്ത് പറയാനുള്ളത്. ഹൗ ടു റെസ്പെക്ട് അതേഴ്സ്, അതിന് ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. സെൽഫ് റെസ്പെക്ട് ഇസ് എ നെസസറി പ്രിക്കോഴ്സർ ഓഫ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ലൈഡിനകത്ത് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സെൽഫ് റെസ്പെക്ട്, ആദരവ്, ഓക്കെ, സ്വയം ആദരവ്, അത് വളരെ നെസസറി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ഫോർ റെസ്പെക്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എ പോസിറ്റീവ് ഫീലിംഗ് ഓഫ് അപ്രീസിയേഷൻ ഫോർ അതർ പീപ്പിൾ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മളെ മനസ്സിലുള്ള ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങിനെയാണ് ഈ റെസ്പെക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ജനറൽ ആയിട്ട് പറയുന്ന ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റെസ്പെക്ട് പാരന്റ്സ്, പിയേഴ്സ് ആൻഡ് കൊളീഗ്സ്. ഓക്കെ, നമ്മളെ മാതാപിതാക്കളോടും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സ് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് എന്ത് തോന്നാം? റെസ്പെക്ട് തോന്നാം. അങ്ങനെ എല്ലാവരോടും തോന്നണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു വികാരം, അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ക്വാളിറ്റി കൊണ്ടു നടക്കുന്ന ആൾക്കാരോട് മാത്രമേ നമുക്ക് തോന്നാറുള്ളൂ. ആരെയും ബഹുമാനിക്കാതെ നടക്കുന്ന ഒരാളോട് നമുക്ക് ബഹുമാനം തോന്നേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ലിസണിങ് ടു അതേഴ്സ്, അതും ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. ഇപ്പൊ ഒരാൾ നമ്മളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുകയോ നമ്മുടെ അറ്റൻഷൻ വേണമെന്ന് വിചാരിച്ച് നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബി എ ഗുഡ് ലിസണർ. ഓക്കെ, അങ്ങനെ നമ്മൾ ലിസൺ ചെയ്യുന്നതും നമ്മളോട് നമ്മളോട് ആ വിഷമങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ പറയാമെന്ന ആൾക്ക് ഒരു റെസ്പെക്ട് തോന്നാം എന്നൊരു കാര്യമാണ്. അപ്പോളജൈസിങ് ടു ഈച്ച് അതേഴ്സ് ഇഫ് വി മേക്ക് മിസ്റ്റേക്സ്. നമ്മളാരും തന്നെ 100% പെർഫെക്റ്റ് അല്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ വരുത്തുമ്പോൾ ആ തെറ്റുകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തമ്മിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാം. അതുപോലെ നമുക്ക് റെസ്പെക്ട് തിരിച്ചും കിട്ടാം. കീപ്പിംഗ് അതർ പീപ്പിൾസ് സീക്രട്ട്. ഇപ്പൊ ഒരാള് നമ്മളെ വിശ്വസിച്ച് ഒരു രഹസ്യം നമ്മളോട് പറയുകയും അത് നമ്മൾ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മളോട് പിന്നെ എന്തെങ്കിലും ബഹുമാനം ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് റെസ്പെക്ടിങ് ദി പ്രൈവസി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, എവിടെയെങ്കിലും ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക. നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന ഒരാളുടെ റൂമിലോ എന്തെങ്കിലും നമ്മൾ ഇടിച്ചു കയറി പോകുന്നത് നമുക്ക് ശരിയാണോ? അല്ലല്ലോ. അതൊക്കെയാണ് ഹൗ ടു റെസ്പെക്ട് അതേഴ്സ് എന്നുള്ള ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ.